ഹലോ ഓൾ. നമ്മൾ ഇന്ന് ഫുട്ബോളിനെ പറ്റിയിട്ടല്ല സംസാരിക്കാൻ പോകുന്നത്, പകരം ക്രിക്കറ്റിനെ പറ്റിയിട്ടാണ് സംസാരിക്കുന്നത്. അതായത് ലോക്കൽ ക്രിക്കറ്റ്, ടെന്നീസ് ബോൾ ക്രിക്കറ്റില്ലേ, അതിനെ പറ്റിയിട്ടാണ് സംസാരിക്കുന്നത്. നമുക്കറിയാം, ഇപ്പോൾ ടെന്നീസ് ബോൾ ക്രിക്കറ്റിന് നമ്മുടെ നാട്ടിൻ പുറങ്ങളിൽ വളരെ വലിയ ഒരു എന്താ പറയാ ഒരു വിസിബിലിറ്റി കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ ഭയങ്കര ഒരുപാട് ലീഗുകളും ടീം ലീഗുകളും അതേപോലെ ലേലം ലീഗുകളും കാര്യങ്ങളും ഒക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ ഒരുപാട് പ്ലെയേഴ്സ് ഇപ്പോൾ നമ്മുടെ നാട്ടിൻ പുറങ്ങളിലുണ്ട്. അപ്പോൾ അതിന് ഒരു പുതിയൊരു വേദി തന്നെ കിട്ടി നിൽക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ ടെന്നീസ് ബോൾ ക്രിക്കറ്റിന് ഉള്ളത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മൾ കളിക്കാൻ പോകുന്നുണ്ട്, നമ്മുടെ ക്ലബ്ബ് കളിക്കുന്നുണ്ട്, നമുക്കറിയാവുന്ന ഒരുപാട് പ്ലെയേഴ്സ് കളിക്കുന്നുണ്ട്, ഒരുപാട് ക്ലബ്ബുകൾ കളിക്കുന്നുണ്ട്. അപ്പോൾ അതിൽ നിന്ന് തന്നെ ഉപജീവന മാർഗം കണ്ടെത്തുന്ന ആളുകൾ വരെയുണ്ട്. പിന്നെ ടെന്നീസ് ബോൾ ക്രിക്കറ്റിന്റെ നാഷണൽ ലെവൽ ഓഫ് ടൂർണമെന്റുകൾ ഇപ്പോൾ നടക്കുന്നുണ്ട്. അങ്ങനെ പല തരത്തിലും ടെന്നീസ് ബോൾ ക്രിക്കറ്റ് വളരെ വളരെ വലുതായി നിൽക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. അപ്പോൾ നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത്, നമുക്കറിയാം എല്ലാ സ്ഥലങ്ങളിലും, അതായത് എന്ത് കാര്യം നമ്മൾ എടുത്താലും അതിൻ്റെ ഉള്ളിലുള്ള പൊളിറ്റിക്സ് അല്ലെങ്കിൽ അതിൻ്റെ ഉള്ളിലൊരു ലോബി എപ്പോഴും ഉടലെടുക്കും എന്ന് നമ്മൾ പറയാറില്ല. ഇപ്പൊ നമ്മുടെ ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിലൊക്കെ ലോബി ഉണ്ട്, മുംബൈ ലോബി ഉണ്ട് എന്നൊക്കെ നമ്മൾ പറയാറില്ല. എന്ന് പറയുന്നത് പോലെ ഈ ലോക്കലൈസ് ചെയ്തിട്ടുള്ള ഈ ലോക്കൽ ക്രിക്കറ്റ് ലീഗിലും ഈ ലോബി പരിപാടികളുണ്ട് എന്നുള്ളതാണ് സത്യം. അപ്പൊ ഞാൻ അതേ പറ്റിയിട്ടൊന്ന് സംസാരിക്കാനാണ് ആഗ്രഹിക്കുന്നത്. അതായത് ഈ ലോബി എന്ന് പറയുന്ന ചില പ്രമുഖ ടീമുകൾ അല്ലെങ്കിൽ ചില പ്രമുഖ കളിക്കാരൊക്കെ ഉണ്ട്. ഇവർ പറയുന്നതാണ് നിയമം, ഇവർ പറയുന്നതാണ് ക്രിക്കറ്റിന്റെ നിയമങ്ങൾ എന്നൊക്കെയുള്ള ഒരു പരിപാടിയാണ്. അപ്പൊ അവര് പറയുന്നത് പോലെ കളിക്കണം, അവര് പറയുന്നത് പോലെ കളി പോകണം എന്നൊക്കെയുള്ള ഒരു പിടിവാശിയിലാണ് ഇവരൊക്കെ ഉള്ളത്. ഇപ്പോ സത്യം പറഞ്ഞാൽ നമ്മൾ കളിക്കുന്നത് ക്രിക്കറ്റാണ്, നമ്മൾ പറയുന്നത് ക്രിക്കറ്റിന്റെ നിയമങ്ങളാണ്. ഇപ്പോ നിയമത്തെ തന്നെ നമുക്ക് രണ്ടായിട്ട് തിരിച്ചു കഴിഞ്ഞാല്, ഇപ്പോ ലോക്കൽ ക്രിക്കറ്റിലേക്ക് വരുമ്പോഴാണ് നമ്മൾ കളിക്കുന്നത് ക്രിക്കറ്റിന്റെ നിയമം ഉപയോഗിച്ച് തന്നെയാണ്. ഇനിയിപ്പോ ഏത് ലോക്കൽ ക്രിക്കറ്റ് ആണെങ്കിലും നമ്മൾ കളിക്കുന്നത് ക്രിക്കറ്റിന്റെ നിയമങ്ങളെ അനുസരിച്ചിട്ട് തന്നെയാണ് കളിക്കുന്നത്. പിന്നെ നമുക്ക് നിയമത്തിൽ നമ്മൾ ഭേദഗതികൾ വരുത്തുന്നത് നമ്മുടെ പരിമിതികളെ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും. അതായത് നമ്മുടെ ഗ്രൗണ്ടിന്റെ പരിമിതികൾ, ചിലപ്പോൾ നമുക്ക് ബാക്ക് സൈഡിലോട്ട് റൺ ഉണ്ടാവില്ല, നമ്മൾ എന്നാൽ ബാക്കിലോട്ട് റൺ വേണ്ട, അവിടെ 2 ആയിരിക്കും. അല്ലെങ്കിൽ നമ്മൾ ചെറിയ ചെറിയ കാര്യങ്ങളാണ്, അതായത് നമുക്ക് മാറ്റി നിർത്താൻ പറ്റുന്ന ചില കാര്യങ്ങളിൽ മാത്രമാണ് നമ്മൾ ഭേദഗതികൾ വരുത്തുക. ചിലപ്പോൾ നമ്മൾ ബൈ വെക്കാറില്ല, അല്ലെങ്കിൽ ലെഗ് ബൈ വെക്കാറില്ല, LBW നമ്മൾ വെക്കാറില്ല. ഇങ്ങനെയുള്ള ചെറിയ ചെറിയ ഭേദഗതികൾ മാത്രമേ നമ്മൾ ഇതിൽ വരുത്താറുള്ളൂ. പക്ഷെ നമ്മൾ കളിക്കുന്നത് ക്രിക്കറ്റിന്റെ നിയമത്തിൽ തന്നെ ആയിരിക്കും. ഞങ്ങളുടെ ചുനക്കര ഗ്രാമപഞ്ചായത്തിന്റെ കേരളോത്സവം നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ അതിൽ എന്റെ ക്ലബ്ബും മറ്റൊരു പ്രമുഖ ടീമും തമ്മിൽ ഒരു മത്സരം നടക്കുകയാണ്. മത്സരം നടക്കുന്ന ഇടയിൽ പെട്ടെന്ന് ഇവരുടെ 3ാമത്തെ ഓവറിൽ ഒരു ബൗളർ വരുന്നു. ആ ബൗളറുടെ ആദ്യ 3 ബോളിൽ എന്റെ ടീംമേറ്റ് 6 അടിക്കുന്നു. ആദ്യ 3 ബോളിൽ 6 ആണ്. അപ്പോൾ ഞങ്ങൾ ആ ഓവർ കഴിയുമ്പോൾ ഞങ്ങൾ കളി ജയിക്കും, ആ ഒരു ലെവലിലായിരുന്നു അപ്പോൾ കളി ഉണ്ടായിരുന്നത്. ഈ 3 ബോൾ എറിഞ്ഞു, 3 ബോളിൽ 6 അടിച്ചു. പെട്ടെന്ന് ഇവർ ബൗളറിനെ ചേഞ്ച് ചെയ്തു. സോ സ്വാഭാവികമായിട്ട് നമ്മൾ ക്വസ്റ്റ്യൻ ചെയ്തു, വൈ, എന്തിനാണ് ബൗളറെ ചേഞ്ച് ചെയ്യുന്നത്? അവർ പറഞ്ഞു അത് അങ്ങനെ ചേഞ്ച് ചെയ്യാൻ പറ്റും. നമ്മൾ പറഞ്ഞു അതെങ്ങനെ ചേഞ്ച് ചെയ്യാൻ പറ്റുന്നത്? എന്താ, ഇഞ്ചുറി ആണോ? പക്ഷെ ഇഞ്ചുറി അല്ല, പ്ലെയർ ഇഞ്ചുറി അല്ല. നമുക്കറിയാം ക്രിക്കറ്റിന്റെ നിയമം അനുസരിച്ച് ഒരു ബൗളർ ബോൾ ചെയ്തുകൊണ്ട് ഒരു ഓവർ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ആ ഓവറിന്റെ മിഡിൽ വെച്ചോ അല്ലെങ്കിൽ 4th ബോളിലോ 5th ബോളിലോ ഏത് ബോൾ ആയിക്കോട്ടെ, ആളിന് മാറണം, ആളിന് ബൗളർ ചേഞ്ച് ആകണം എന്നുണ്ടെങ്കിൽ 2 കാരണങ്ങളാണ് വേണ്ടത്. ഒന്ന്, അമ്പയറിന്റെ സസ്പെൻഷൻ ഉണ്ടായിരിക്കണം, അതായത് അമ്പയർ ആയിട്ട് സസ്പെൻഡ് ചെയ്യണം ആ ബൗളറെ. അതല്ല എന്നുണ്ടെങ്കിൽ ബൗളർ ഇഞ്ചേർഡ് ആയിരിക്കണം. ഇഞ്ചേർഡ് ആണെങ്കിൽ ആൾക്ക് മാറാം. പക്ഷെ ഇഞ്ചേർഡ് ആകുമ്പോൾ ഒരു കാര്യമുണ്ട്, ഈ ബൗളർ ഗ്രൗണ്ട് വിടണം, ആ കളി പിന്നെ ആൾക്ക് കളിക്കാൻ പറ്റില്ല എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. പക്ഷെ ചിലപ്പോൾ ചില സാഹചര്യങ്ങളിലൊക്കെ ആളുകൾ ഇഞ്ചേർഡ് ആയിട്ട് പോയിട്ട് ഇറങ്ങി വരാറുണ്ട്. അത് ചിലപ്പോൾ ബാറ്റ് ചെയ്യാനോ, പക്ഷെ വീണ്ടും ആള് ബോൾ ചെയ്യാനായിട്ട് വരുമോ എന്ന് എനിക്ക് അറിയില്ല. അപ്പോൾ ശരിക്കും പറഞ്ഞാല് ഇങ്ങനെ ഒരു മിഡിൽ നിന്ന് ബൗളർക്ക് ഓവർ കട്ട് ചെയ്ത് മാറണം എന്നുണ്ടെങ്കിൽ ഇഞ്ചേർഡ് ആയിരിക്കണം ആൾ ഇഞ്ചേർഡ് ആയിട്ട് ഗ്രൗണ്ട് വിട്ട് പോകണം, അല്ലെങ്കിൽ അമ്പയറിന്റെ സസ്പെൻഷൻ വേണം. പക്ഷെ ഇതൊന്നും അല്ല, ആള് അവിടെ ഫീൽഡ് ചെയ്യുന്നുണ്ട്, പക്ഷെ ബൗളറിനെ മാറ്റി. ഇതാണ് സംഭവം. അപ്പൊ നമ്മൾ റീസൺ ചോദിക്കാൻ പറയുന്നത് അത് ഇങ്ങനെയാണ്, ലീഗൊക്കെ ഇങ്ങനെയാണ്, ഇവിടുത്തെ ലോക്കൽ ലീഗ് ഇങ്ങനെയാണ്, ഇതാണ് നിയമം. നമ്മൾ ക്രിക്കറ്റിന്റെ നിയമം ഗൂഗിളിലെടുത്ത് കാണിച്ചു, ഇതാണ് ക്രിക്കറ്റിന്റെ നിയമം. അത് ഇന്റർനാഷണൽ ക്രിക്കറ്റ്, ഇത് ഞങ്ങളുടെ കണ്ടം ക്രിക്കറ്റ്, അതുകൊണ്ട് പറ്റത്തില്ല, ഇതിങ്ങനെയാണ് നിയമം. അപ്പം മറ്റൊരു പ്രമുഖ ക്ലബ്ബ് കൂടി ഇതിനെ സപ്പോർട്ട് ചെയ്യുന്നു. സ്ഥിരമായി കളിച്ചുകൊണ്ടിരിക്കുന്ന, നിരവധി ടൂർണമെന്റുകൾ കളിച്ചുകൊണ്ടിരിക്കുന്ന മറ്റൊരു പ്രമുഖ ക്ലബ്ബ് കൂടി ഇതിനെ സപ്പോർട്ട് ചെയ്യുന്നു എന്ന് കാണുമ്പോൾ നമുക്ക് ഭയങ്കര പരിതാപകരമായ നമുക്കൊരു സഹതാപമാണ് തോന്നിയത്. ഇവർ ഈ നിയമങ്ങളെ പറ്റിയോ ഒന്നും അറിയാതെയാണല്ലോ ഈ ക്രിക്കറ്റ് കളിക്കുന്നത് എന്ന് നമുക്ക് തോന്നിപ്പോയി. ഒരുപക്ഷെ ഇവർ പറയുന്നത് ശരിയായിരിക്കാം, ഈ ലോക്കൽ ക്രിക്കറ്റിൽ ഇങ്ങനെ ചെയ്യുന്നുണ്ടായിരിക്കാം. പക്ഷെ ലോക്കൽ ക്രിക്കറ്റിൽ ഇങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ തന്നെ അത് നിയമവിരുദ്ധമാണ്. ആർക്കെങ്കിലും വേണ്ടിയിട്ട് സംസാരിച്ച് ഉണ്ടാക്കി വെച്ചൊരു നിയമം ആവാനാണ് സാധ്യത. ഇങ്ങനെ ഒരു നിയമം ക്രിക്കറ്റിൽ ഇല്ല. ഇനിയിപ്പോ ഇങ്ങനെ ഒരു നിയമം ഇവര് ലോക്കൽ ക്രിക്കറ്റിൽ ഉണ്ട് എന്നങ്ങ് വെക്കുക. ഇതിന്റെ ന്യായം എന്താണ്? ജസ്റ്റ് എനിക്ക് അറിയാവുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞാൽ ഇതിന്റെ ന്യായം എന്താണ്? ഒരു ബൗളർ വന്ന് 3 ബോൾ എറിയുന്നു, ആ ബോളിൽ 3 6 അടിക്കുന്നു, ബാക്കി 3 ബോൾ ആള് എറിയാതെ ആള് പിന്മാറി നിൽക്കുന്നു. അപ്പൊ ഇതിന്റെ ന്യായം എന്താണ് എന്നുള്ളത് ആരെങ്കിലും ഒന്ന് പറഞ്ഞു തരുമോ? കാരണം ഒരു ബാറ്റ്സ്മാൻ അവിടെ വെയിറ്റ് ചെയ്യുന്നത്, ചിലപ്പോൾ ഓപ്പൺ ചെയ്ത ബാറ്റ്സ്മാൻ ആദ്യത്തെ 2 ഓവർ ടഫാണ്, അതുകൊണ്ട് വിക്കറ്റ് കൊടുക്കാതെ
നോർമലി പതിയെ കളിച്ച് മൂന്നാമത്തെ ഓവർ മുതൽ ലൂസ് ബോളേഴ്സ് വരും, അപ്പോൾ കളിക്കാം എന്നൊക്കെയുള്ള ഒരു പ്ലാനിലായിരിക്കും ഒരുപക്ഷെ ഈ ബാറ്റ്സ്മാൻ നിൽക്കുന്നുണ്ടായിരിക്കുക. അപ്പോൾ ഒരു ലൂസ് ഓവർ വരുന്നു, ആ ബാറ്റ്സ്മാൻ അവന്റെ ഐഡിയ പ്രയോഗിക്കുകയാണ് അവിടെ. അവൻ ഫസ്റ്റ് 3 ബോൾ 6 അടിക്കുന്നു, ബാക്കി ബോളും 6 അടിക്കാനുള്ള എന്ത് പറയണം, 5-ാനും 6-ാം തമ്പുരാനും ആവാനുള്ള എല്ലാ യോഗ്യതയും ആ ബോളർക്ക് ഉണ്ടായിരുന്നു അവിടെ. അപ്പോ പക്ഷെ ആ ബാറ്റ്സ്മാന്റെ ഐഡിയാസിനെ അല്ലെങ്കിൽ ആ ബാറ്റ്സ്മാന്റെ കഴിവിനെ തച്ചുടച്ചുകൊണ്ട് അവർ ബൗളറെ ചേഞ്ച് ചെയ്യുന്നു. ബൗളർക്ക് പരിക്കില്ല, അമ്പയർ സസ്പെൻഷൻ ഇല്ല, ഒന്നുമില്ല. ശരിക്കും ആ ബൗളറൊക്കെ ഒരു ബൗളർ ആണോ എന്ന് നമുക്ക് ചോദിക്കേണ്ട ഒരു സിറ്റുവേഷൻ ആണ് ഇവിടെ ഉള്ളത്. കാരണം എന്നെയൊക്കെ സംബന്ധിച്ച് ഞാൻ പറയാലോ, എന്നെ ഇനിയിപ്പോ ഒരു ഓവറിൽ 12 6 അടിച്ചാലും എന്റെ 6 ബോൾ നോ ബോളിൽ 6 അടിച്ച് പിന്നെ എറിയുന്ന 6 ബോളിലും 6 അടിച്ചാൽ പോലും ഞാൻ മാറില്ല. ഞാൻ മാറാതെ അവിടെ നിന്ന് ഓവർ കംപ്ലീറ്റ് ചെയ്തിട്ട് ഞാൻ വരത്തുള്ളൂ. കാരണം അതിനുള്ള ചങ്കൂറ്റവും ഒക്കെ നമുക്കുണ്ട്. നമ്മളൊരു സ്പോർട്സ്മാൻ ആണല്ലോ. എന്നെ 3 ബോൾ 6 അടിച്ചെന്ന് പറഞ്ഞുകൊണ്ട് മാറേണ്ട ഒരു ആവശ്യം നമുക്കിവിടെ വരുന്നില്ല. അപ്പോ പിന്നീട് നമുക്ക് പറയാനുള്ളത്, ഇങ്ങനെയുള്ള ഈ ഒരു നിയമം മാത്രമല്ല, ഇവര് പല സമയത്തും പല നിയമങ്ങളും മാറ്റുന്ന ഒരു സിറ്റുവേഷൻ ഞാൻ ഈ ലോക്കൽ ക്രിക്കറ്റിൽ കണ്ടിട്ടുണ്ട്. ഇപ്പൊ ആദ്യ സമയങ്ങളിൽ ഇപ്പൊ എന്റെ ക്ലബ്ബ് ആദ്യമായിട്ട് ഒരു ലീഗ് ടൂർണമെന്റ് നടത്തി. അപ്പൊ അതില് 10 ടീമുകളെ എന്തോ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു ലീഗ് നടത്തി. അപ്പൊ ആ ലീഗില് ഇതേ ഒരു പ്രമുഖ ക്ലബ്ബ്, അപ്പൊ മുമ്പേ സപ്പോർട്ട് ചെയ്തു എന്നൊക്കെ പറഞ്ഞതുപോലത്തെ ഒരു പ്രമുഖ ക്ലബ്ബ് വന്നിട്ട് നമ്മുടെ അടുത്ത് പറഞ്ഞു, തിരിപ്പ് പാടില്ല. അപ്പൊ നമ്മൾ എന്താ തിരിപ്പ്? നമുക്കും വലിയ ഐഡിയ. നമ്മളധികം ഈ ലീഗുകളും കാര്യങ്ങളും ഒന്നും അങ്ങനെ കളിക്കാൻ പോയിട്ടില്ല. നമ്മള് വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യുന്ന ഒരു കാലഘട്ടമായിരുന്നു. അപ്പൊ നമ്മൾ എന്താ തിരിപ്പ്? അത് ഈ ബോൾ ഇങ്ങനെ പിടിച്ചിട്ട് ഫിംഗർ കൊണ്ട് ബോളിനെ തിരിക്കുന്ന ഒരു പരിപാടിയുണ്ട്, അത് സമ്മതിച്ചു കൊടുക്കരുത്, അത് കളിയിലുള്ള സാധനമല്ല. അപ്പൊ നമ്മൾ ആലോചിച്ചു, കാരണം ഒരു ബോളിനെ തിരിക്കുന്നുണ്ടെങ്കിൽ ആ ബോളറുടെ ടാലന്റ് അല്ലേ, അത് അവന്റെ കഴിവല്ലേ, അതിനെങ്ങനെയാ നമ്മൾ ചെയ്യരുത് എന്ന് പറയുന്നത്? ബോളർ ഗ്രിപ്പ് എങ്ങനെ പിടിക്കണം എന്നുള്ളത് ആ ബോളറുടെ അവന്റെ സ്വാതന്ത്ര്യമല്ലേ, അവൻ എങ്ങനെ എറിയണം എന്നുള്ളത്. ആ ഗ്രിപ്പ് എങ്ങനെ പിടിക്കണം എന്ന് അവന്റെ ഇഷ്ടമല്ലേ. ഇവര് പറയുന്നത് അങ്ങനെയല്ല, അത് പറ്റത്തില്ല, അത് ടെന്നീസ് ബോളിൽ പറ്റത്തില്ല, അങ്ങനെ നിയമമില്ല, തിരിപ്പെറിയാൻ പറ്റത്തില്ല. ഓക്കെ, നമുക്ക് അറിയില്ലായിരുന്നു കേട്ടോ. അപ്പൊ നമ്മൾ എന്തൊക്കെയോ അങ്ങനെയുള്ള ഭേദഗതികളൊക്കെ വരുത്താനൊക്കെ നോക്കി. കുറച്ചുനാൾ കഴിഞ്ഞപ്പോൾ ഈ പ്രമുഖ ടീമുകളൊക്കെ തിരിപ്പെറിയാനും പഠിച്ചു, തിരിപ്പിൽ കളിക്കാനും പഠിച്ചു. അതിനുശേഷം ഇപ്പൊ അത് അവർ നിയമത്തിൽ എഴുതി ചേർത്തു. ഇപ്പൊ തിരിപ്പ് ആർക്ക് എറിയാം, അങ്ങനെ ഒരു വിഷയം ഇല്ല കേട്ടോ. തിരിപ്പ് നിയമത്തിൽ ആയി. അതായത് ടെന്നീസ് ബോൾ ക്രിക്കറ്റിൽ ഇപ്പോൾ തിരിപ്പെറിയാം എന്നായി. അതായത് ഇവരതിനെ അംഗീകരിച്ചു. കാരണം ഇവർക്ക് അതിൽ കളിക്കാനും ഇവർ പഠിച്ചു, അത് എറിയാനും ഇവർ പഠിച്ചു. അപ്പൊ ഇവർ ആ നിയമം മാറ്റി. ഇത് അടുത്ത സാധനമാണ്. പിന്നെ അതേപോലെ തന്നെ ടൂർണമെന്റ് നടക്കുന്ന സമയത്ത് ലോക്കൽ പ്ലേയേഴ്സ് ഓൺലി എന്ന് പറഞ്ഞിട്ടൊരു ലേബൽ ഇവര് പലപ്പോഴും വെക്കാറുണ്ട്. ഞാൻ ഈ പറഞ്ഞ നമ്മുടെ ഈ ആദ്യത്തെ ടൂർണമെന്റിൽ ഈ സാധനം ഉണ്ടായിരുന്നു. അപ്പൊ ഇവർ ഈ പ്രമുഖ ക്ലബ്ബിൽ ഉള്ള പ്ലേയേഴ്സ് തന്നെയാണ് നമുക്ക് സജഷൻസ് തരുന്നത്. അപ്പൊ നമ്മൾ ഓക്കെ, അവർ പറയുന്നത് കേൾക്കാം, അവർക്ക് കളിച്ച് പരിചയമുള്ളതാണല്ലോ എന്നുള്ളൊരു മൈൻഡിലാണ് നമ്മൾ എടുക്കുന്നത്. ഇതിന്റെ ഉള്ളിലെ അവരുടെ മുതലെടുപ്പിനെ നമ്മൾ മനസ്സിലാക്കുന്നില്ല. ലോക്കൽ പ്ലേയേഴ്സ് ഓൺലി എന്നൊരു ലേബൽ ടൂർണമെന്റിന് കൊടുക്കുന്നു. അപ്പം ലോക്കൽ പ്ലേയേഴ്സ് ഓൺലി എന്ന് പറയുമ്പോൾ എനിക്കറിയാവുന്നത്, ലോക്കൽ പ്ലേയേഴ്സ് ഓൺലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു സോൺ സെറ്റ് ചെയ്തിട്ടുണ്ടാവും. ആ സോണിലുള്ള പ്ലേയേഴ്സിനെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ലോക്കൽ ചിറക്കര ഗ്രാമപഞ്ചായത്ത് ഒരു നമ്മുടെ ലോക്കലാണത്. അപ്പൊ അതിന്റെ ഉള്ളിലുള്ള അല്ലെങ്കിൽ മാവേലിക്കര താലൂക്ക് അങ്ങനെ ആവാം. ലോക്കൽ പ്ലേയേഴ്സ് ഓൺലി നമുക്ക് വേണമെങ്കിൽ പറയാം. അവിടെ അതായത് ടൂർണമെന്റ് എവിടെയാണോ നടക്കുന്നത് അവിടെയുള്ള പ്ലേയേഴ്സ് മാത്രം എന്നുള്ളതാണ് ലോക്കൽ പ്ലേയേഴ്സ് ഓൺലി എന്നതിന്റെ ശരിയായ അർത്ഥം. എനിക്ക് അങ്ങനെയാണ് അറിയാവുന്നത്. പക്ഷെ ഇവരുദ്ദേശിച്ച സാധനം അതല്ലായിരുന്നു. ഇവരുദ്ദേശിച്ചത് ഒരു ഓവറിൽ 6 6 5 6 ഒന്നും അടിക്കുന്നവൻ അവർക്ക് ഭയങ്കര പ്ലേയേഴ്സാ. നമുക്ക് വേണ്ടത് ലോക്കൽ പ്ലേയേഴ്സ്, അതായത് വലിയ പ്ലേയേഴ്സ് അല്ലാത്ത കളിക്കാരുണ്ടല്ലോ, അവരെയാണ് ഇവർ ലോക്കൽ പ്ലേയേഴ്സ് ഉദ്ദേശിച്ചത്. ഇതാണ് ഇതിലെ കോമഡി. അപ്പൊ ഇവർ പറയാം, അപ്പം നമ്മുടെ നാട്ടിൽ തന്നെ ഉള്ളൊരു പയ്യൻ വന്നു കളിക്കാൻ, അവനെ കളിക്കാൻ ഈ പ്രമുഖ ക്ലബ്ബ് തന്നെ പ്രശ്നം ഉണ്ടാക്കി, അവനെ കളിപ്പിക്കാൻ പറ്റത്തില്ല, കാരണം ലോക്കൽ പ്ലേയേഴ്സ് മാത്രമേ ഉള്ളൂ. അവനും പറയുന്നുണ്ട്, ഞാൻ ലോക്കൽ പ്ലെയർ, ഇവിടുത്തെ നമ്മുടെ ഇവിടുത്തെ ഈ താലൂക്കിലുള്ളതാ. അവർ പറഞ്ഞു അങ്ങനല്ല, നീ ഭയങ്കര പ്ലെയർ ആണെന്ന്. എന്ന് വെച്ചാൽ 6 5 വിക്കറ്റ് അടിക്കാൻ കഴിവുള്ള പ്ലെയർ, അതുകൊണ്ട് നീ ലോക്കൽ പ്ലെയർ അല്ലെന്ന്. ഈ ലോക്കൽ എന്ന വേർഡിന്റെ വാക്ക് പോലും അറിയാത്ത ചില വെഡലകളാണ് ഇന്നമാതിരി കാര്യങ്ങൾ ഇവിടെ പടച്ചു വിടുന്നത്. ഇവരാണ് ഈ ലോക്കൽ ക്രിക്കറ്റ് നിയന്ത്രിക്കുന്നത്. അതായത് ലോക്കൽ ക്രിക്കറ്റിന്റെ ഇലുമിനാറ്റി ഇവരാണ്. അപ്പൊ ഇങ്ങനെയുള്ള പല ഇപ്പൊ അങ്ങനെയുള്ള നിയമമൊന്നുമില്ല കേട്ടോ. ഇപ്പൊ ലോക്കൽ പ്ലേയേഴ്സ് ഉള്ളിൽ ഒന്നുമില്ല. എനിക്ക് തോന്നുന്നു ആ വേർഡിന്റെ അർത്ഥം പഠിക്കും തോന്നുന്നു. ഇപ്പൊ അതുകൊണ്ട് ചിനക്കര പ്രീമിയർ ലീഗ് എന്നും മാവേലിക്കര പ്രീമിയർ ലീഗ് എന്നും പിന്നെ മാവേലിക്കര കുന്നംകുളം എന്താ വള്ളികുന്നം എന്നൊക്കെ പറഞ്ഞോണ്ട് ലീഗുകൾ. അപ്പോഴും അവർ സോൺ നോക്കും. ഈ ആ സോണിലോട്ട് പോയാൽ അവിടെ വലിയ പ്ലേയേഴ്സ് ഉണ്ടോ, അവന്മാർ അടിച്ചു തോപ്പിക്കും, നമുക്ക് പിടിക്കാൻ പറ്റത്തില്ല, അതുകൊണ്ട് ആ സോൺ വേണ്ട. ഇങ്ങനെയൊക്കെ വെച്ചാൽ ഇവിടെ ടൂർണമെന്റുകൾ സംഘടിപ്പിക്കുന്നതും പലതും. അപ്പോ അഖില കേരള ടൂർണമെന്റുകൾ സംഘടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അതിന്റെ രുചി എല്ലാവരും ഇവിടെ അറിഞ്ഞതാണ്. അത് പ്രത്യേകിച്ച് ആർക്കും പറഞ്ഞു കൊടുക്കേണ്ട കാര്യമില്ല. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള ലോബികൾ ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്. ഇങ്ങനെ ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ ഉള്ള കുറച്ച് ലോബികളാണ് എല്ലാത്തിനെയും നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ ഏത് മേഖല എടുത്താലും ലോബി വന്നു കഴിഞ്ഞാൽ അതിനൊരു നാശം ഉണ്ടാകും എന്ന് പറയുന്നത് സത്യമാണ്. അപ്പോ ശരിക്കും ലോക്കൽ ക്രിക്കറ്റ് കളിക്കുന്ന അല്ലെങ്കിൽ ടെന്നീസ് ബോൾ ക്രിക്കറ്റ് കളിക്കുന്ന എല്ലാ ടീമുകളും അല്ലെങ്കിൽ എല്ലാ പ്ലേയേഴ്സും ഒക്കെ ഇത് കാര്യമായിട്ട് എടുക്കണം, അല്ലെങ്കിൽ ഗൗരവമായിട്ട് എടുക്കണം. ഒരു ടീമിനോ അല്ലെങ്കിൽ ഒരു പ്ലേയേഴ്സിനോ വേണ്ടി വിട്ടുകൊടുക്കേണ്ടതല്ല നമ്മളുടെ കായിക പരമായിട്ടുള്ള കാര്യങ്ങൾ എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം.
അങ്ങനെ വിട്ടുകൊടുക്കരുത്. ഞങ്ങൾ സാംസ്കാരിക വേദി എന്ന് പറയുന്ന ക്ലബ്ബ് എപ്പോഴും അനീതി എവിടെ കണ്ടാലും ഞങ്ങൾ എതിർക്കുന്ന ക്ലബ്ബാണ്. അതിപ്പോ ഈ പറയുന്ന കേരളോത്സവത്തിന്റെ ഫുട്ബോളിന്റെ സമയത്താണെങ്കിലും ക്രിക്കറ്റിന്റെ സമയത്താണെങ്കിലും ഒക്കെ ഞങ്ങൾക്ക് നിയമവിരുദ്ധമായിട്ട് എന്ത് തോന്നുന്നു അതിനെല്ലാം ഞങ്ങൾ എപ്പോഴും എതിർക്കുന്ന ടീമാണ്. അത് എല്ലാവർക്കും അറിയാവുന്നത്. എതിർക്കുന്ന ഒരു ക്ലബ്ബാണിത്. അപ്പോ ആരും അവരവരുടെ വിജയത്തിന് വേണ്ടിയിട്ട് കിടന്ന് നിയമങ്ങൾ മാറ്റുകയും അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ട് കിടന്ന് കയറ് പൊട്ടിക്കുകയും ചെയ്തിട്ട് ഇവിടെ കാര്യമില്ല. നമ്മൾ എതിർക്കും, ശക്തമായി തന്നെ എതിർക്കും. അതിനി അങ്ങോട്ടും അങ്ങനെ തന്നെ ആയിരിക്കും. എതിർക്കും, ഞങ്ങൾ എതിർത്തിരിക്കും. അതിന് ആര് എന്ത് എങ്ങനെ വന്ന് പറഞ്ഞാലും നിങ്ങൾ പറയുന്നത് നിയമത്തിന് വിരുദ്ധമാണെങ്കിൽ ഞങ്ങൾ എതിർത്തിരിക്കും. പിന്നെ സാംസ്കാരിക വേദി എന്ന ക്ലബ്ബ് ഇവിടെ പലപ്പോഴും ടൂർണമെന്റുകൾ സംഘടിപ്പിക്കാറുണ്ട്. നിങ്ങൾ പലപ്പോഴും കാണാറുണ്ട്. നല്ല വൃത്തിയായിട്ട് അമ്പയറിങ്ങും ചെയ്ത് ക്രിക്കറ്റിന്റെ നിയമത്തിൽ ഇവിടെ കളി നടത്താറുണ്ട്. അപ്പോ അതും നമ്മൾ പലപ്പോഴും ഇവിടെ കാഴ്ച വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് എന്തായാലും പിന്നെ എനിക്ക് ഏറ്റവും കൂടുതൽ സഹതാപം തോന്നിയത് ആ 3 ബോൾ എറിഞ്ഞിട്ട് മാറി നിന്ന ബൗളറെ പറ്റിയിട്ടാണ്. ആള് 3 ബോൾ എറിഞ്ഞിട്ട് മാറി നിന്നു. പിന്നീട് ആ ഒരു ടൂർണമെന്റ് മുഴുക്കെ ആൾക്ക് ബോൾ എറിയാൻ കഴിഞ്ഞില്ല എന്നുള്ളത് വളരെ പരിതാപകരമായ അല്ലെ സങ്കടജനകമായ ഒരു അവസ്ഥയായിപ്പോയി. എന്നാൽ ആള് മികച്ച ഒരു ബൗളറാണ്. ഒരു മികച്ച ഒരു ബൗളറെ 3 സിക്സ് അടിച്ചപ്പോ മാറ്റാൻ കാണിച്ച ഒരു മനസ്സുണ്ടല്ലോ, അത് തന്നെ ഭയങ്കര സ്പോർട്സ്മാൻ സ്പിരിറ്റ് അല്ലാത്തൊരു സാധനമായിട്ട്. ഇപ്പം 3 ബോൾ എറിഞ്ഞിട്ട് മാറ്റാൻ പറ്റുമായിരുന്നുണ്ടെങ്കിൽ നമ്മുടെ ബ്രോഡിനെ യുവരാജ് സിംഗ് ഒരു കാരണവശാലും 6 സിക്സ് അടിക്കത്തില്ലായിരുന്നു. 3 സിക്സ് അടിച്ചപ്പോഴത്തേക്ക് മാറിയ പോരായിരുന്നു. അങ്ങനെ ഒരു പേര് കേൾക്കേണ്ട അവസ്ഥ ഉണ്ടാവുമായിരുന്നു. ഇവിടെ തന്നെ എല്ലാവരും പലരെയും കളിയാക്കാറുണ്ട്. 5 സിക്സ് മേടിക്കുന്നവൻ 5-ആൻ, 6 സിക്സ് മേടിക്കുന്നവൻ 6-ആം തമ്പുരാൻ എന്നൊക്കെ കളിയാക്കാറുണ്ട്. ഇവർക്കൊക്കെ എന്ത് യോഗ്യതയാണ് ഇവരെയൊക്കെ ഇങ്ങനെ കളിയാക്കാനുള്ളത് എന്നുള്ളതാണ്. കാരണം ഒരു 3 സിക്സ് അടിക്കുമ്പോൾ ബൗളറെ ചേഞ്ച് ചെയ്യാൻ ടെൻഡൻസി കാണിക്കുന്ന ഇവര് 6 ബോൾ എറിഞ്ഞതിൽ 5 സിക്സ് മേടിച്ചവനെ എന്തിന് കളിയാക്കുന്നു? 5-ആൻ എന്നൊക്കെ വിളിക്കുന്നു. എന്തിന് കളിയാക്കുന്നേ? അങ്ങനെ കളിയാക്കേണ്ട കാര്യം, അങ്ങനെ കളിയാക്കാനുള്ള അർഹത നിങ്ങൾക്കില്ല. അതാണ് ഇതിന്റെ സത്യം. അപ്പോ ആളുകൾക്കും ടീമുകൾക്കും അനുസരിച്ച് മാറുന്ന നിയമങ്ങൾ ആവരുത് ലോക്കൽ ക്രിക്കറ്റ് എന്നുള്ളതാണ് നമ്മളുടെ ഒരു നമുക്ക് പറയാനുള്ളത്. അപ്പൊ എല്ലാവരും ശ്രദ്ധിക്കുക. താങ്ക് യു.